തമിഴ്നാട് പറയുന്നു ഗർഭഛിദ്രം നിരോധിക്കണം. ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു ടി.വി.കെയുടെ റാലിയായിരുന്നു. അതിലാണ് അവർ ആവശ്യപ്പെടുന്നത് അബോർഷൻ ഇനി അവിടെ പാടില്ല അല്ലെങ്കിൽ ആ നിരോധിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തണമെന്നുള്ളത്. ഈ ഒരു നിലപാട് വളരെ തെറ്റായ ഒരു നിലപാടാണത്. പ്രത്യേകിച്ചും ലോകമെങ്ങുമുള്ള വനിതകൾ ഗർഭിണിയാവണോ പ്രസവിക്കണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവസാന വാക്ക് തങ്ങളുടേതാണ് എന്ന് പറയപ്പെടുന്ന കാലമാണ് നമ്മൾ ജീവിക്കണം. പണ്ടത്തെ പോലെയല്ല. ഇത് എത്രയോ വർഷമായിട്ട് ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന് തുല്യമായിട്ടുള്ള പദവിയുണ്ട്, അല്ലെങ്കിൽ പുരുഷനേക്കാളും ഒരുപടി മുമ്പിൽ നിൽക്കുന്ന പല തൊഴിലുകളിലും സ്ത്രീകളാണ് മിടുക്കത്തികളായിട്ട് നിൽക്കുന്നത്. യുദ്ധവിമാനം ഓടിക്കുന്ന കാര്യത്തിൽ, ആർമി കമാൻഡർമാരായിട്ടുള്ള കാര്യത്തിലും, ബ്യൂറോക്രാറ്റുകളായിട്ടുള്ള, പോലീസ് ഉദ്യോഗസ്ഥകളൊക്കെ ആയിട്ട് എത്രയോ സാമർഥ്യമുള്ള, എത്രയോ കഴിവ് തെളിയിച്ചിട്ടുള്ള സ്ത്രീകളുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അത് ഒരു പ്രസവിക്കുക, അതല്ലെങ്കിൽ ഗർഭിണിയാവുക, പ്രസവിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീയുടെ വ്യക്തിപരമായ അവകാശങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും അധികാരമില്ല. ഈ തമിഴ്നാട്ടിൽ ഇന്നലെ നടന്ന ടി.വി.കെ ചടങ്ങിൽ അവരുടെ സ്പീക്കറുണ്ട് തമിഴ്നാട് നിയമസഭയിൽ, ജെ.സി.ഡി പ്രഭാകർ, ജോൺ ക്രിസ്റ്റോ ഡാനിയൽ ദേവസഹായം, ജോൺ ക്രിസ്റ്റോ ദേവസഹായം പ്രഭാകർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി, റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിയാണ്. അയാളാണ് ഈ ആവശ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം അയാളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഈ കത്തോലിക്ക സഭയുടെയും ക്രൈസ്തവ സഭയുടെയും നിലപാടാണ്. അവർ ഗർഭഛിദ്രത്തിനെതിരാണ്. ഇതൊക്കെ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗർഭഛിദ്രം നടക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. പിന്നെ വേറൊന്നും മറ്റേ അമേരിക്കയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെ ഗർഭഛിദ്രമുണ്ട്. അത് നടത്താനായിട്ടുള്ള അവകാശം വനിതകൾക്കാണ്. അവരുടെയാണ് അവസാനത്തെ വീട് ആ കാര്യത്തിൽ. അപ്പം പിന്നെ ഇയാളിവിടെ എന്ത് പറഞ്ഞു എന്നുള്ളതിൽ വലിയ അതിശയമുള്ള കാര്യമല്ല. കാരണം അയാൾ ടി.വി.കെയിലാണ്, തമിഴക വെട്രി കക്ഷിയിൽ നിന്ന്. തമിഴക വെട്രി കക്ഷിയിലേക്ക് വരുന്നതിന് മുമ്പ് അയാൾ എ.ഡി.എം.കെയിലായിരുന്നു. അപ്പോൾ ഈ അധികാരമുള്ളിടത്തൊക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറാൻ വളരെ മിടുക്കനാണ് പ്രഭാകർ, ജെ.സി.ഡി പ്രഭാകർ, വെളുത്ത സുമുഖൻ. അയാൾ സ്പീക്കറായി കഴിഞ്ഞപ്പോഴാണ് പലരും അറിയണ അയാൾ ക്രിസ്ത്യാനിയാണെന്നുള്ളവർ. അതുവരെ അയാൾ ജെ.സി.ഡി പ്രഭാകറിന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ കുറേ പേരുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഈ ജോൺ എന്നല്ലല്ലോ, ഈ ജോസഫ് വിജയ്, തമിഴ്നാട് മുഖ്യമന്ത്രി, അയാൾ ടി.വി.കെയുടെ ഫൗണ്ടറാണ്. അപ്പോൾ ഈ ടി.വി.കെ എങ്ങനെയാണ്, ആരാ ടി.വി.കെയുടെ സ്പോൺസർ, പ്രധാന പ്രായോജകരാരാണ്? ക്രൈസ്തവ സഭയാണ്. അപ്പോൾ അവർ ക്രൈസ്തവ സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളിലേ എടുക്കുകയുള്ളൂ. അയാൾ മുഖ്യമന്ത്രിയായപ്പോൾ അയാൾ പറഞ്ഞത് ഐ എം എ ക്രിസ്ത്യൻ എന്നാണ് പറഞ്ഞത്. ഹീ ഡിഡ്ന്റ് ടെൽ ഞാനൊരു തമിഴനാണെന്നോ ഞാനൊരു ഇന്ത്യക്കാരനാണെന്നോ ഒന്നും പറഞ്ഞില്ല. അയാൾ ആദ്യം പറഞ്ഞത് ഐ എം എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ഗവൺമെൻറ് ഓഫ് ദ ക്രിസ്ത്യൻസ്, ദിസ് ഈസ് എ ഗവൺമെൻറ് ഓഫ് ദ മൈനോറിറ്റീസ്. അവർക്ക് മാത്രമേ ഇവിടെ സുരക്ഷിതത്വം ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. ഐ വിൽ പ്രൊട്ടക്റ്റ് ദ മൈനോറിറ്റീസ്. അപ്പോൾ വാട്ട് അബൌട്ട് ദ മെജോറിറ്റീസ്? ഞാൻ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കും, ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ ആരും അയാൾക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമില്ലേ? തമിഴ്നാട്ടിലെ ഔദ്യോഗിക കണക്ക് പ്രകാരം 80% പേര് ഹിന്ദുക്കളാണ്. ഈ 80% ആൾക്കാരുടെ വോട്ട് പിടിച്ചിട്ടാണ് അയാൾ മുഖ്യമന്ത്രി ആയതെന്ന് ഓർക്കണം. അല്ല, ഇപ്പൊ ഇതില് പൊതുവെ ഈ അബോർഷനകത്ത് ഇപ്പൊ ഗർഭഛിദ്രത്തിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണെങ്കിൽ അതില് ഇപ്പോൾ അവരുടെ മാത്രമാണ് ഈ കോടതിയിലേക്കൊക്കെ എത്തി കേസൊക്കെ ആയിട്ട് അബോർഷനിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ പിന്നീട് 24 ആഴ്ച കഴിഞ്ഞിട്ടുള്ളതിനൊക്കെയാണ് കോംപ്ലിക്കേഷൻ ഉള്ളത്. ഗർഭഛിദ്രം നടത്താൻ പാടില്ല, കാരണം അത് അമ്മയ്ക്കും കുഞ്ഞിനും കൂടെ ദോഷമായതുകൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത്. പക്ഷെ ഇവരുടെ ഈ ഒരു റാലി അല്ലെങ്കിൽ ഈ ആവശ്യപ്രകാരമാണെങ്കിൽ ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തെ തന്നെ അങ്ങ് ഇല്ലാതാക്കുന്നതാണ്. ഒരു സ്ത്രീക്ക് പ്രസവിക്കണോ അല്ലെങ്കിൽ അബദ്ധത്തിൽ പ്രഗ്നന്റ് ആയിപ്പോയി, അപ്പോൾ അത് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. ഇപ്പോൾ റേപ്പ് കൊണ്ടാണെങ്കിലും, അല്ലെങ്കിൽ പാർട്ട്ണർ ഉപേക്ഷിച്ചിട്ട് പോയി, അപ്പോൾ അവർക്ക് അത് പ്ലാൻഡ് അല്ലാത്ത പ്രഗ്നൻസിയാണ്. അപ്പോൾ ഇവർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല.
എന്തായാലും പ്രസവിച്ചേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയല്ലേ? പക്ഷെ ഇത് തമിഴ്നാട്ടിന് വേണ്ടി മാത്രം വേണമെന്നാണോ പറയുന്നത്? തമിഴ്നാട്ടിൽ വേണ്ടി മാത്രം നിയമം പാസ്സാക്കാമല്ലോ അവർക്ക് വേണമെങ്കിൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് പല ക്രൈസ്തവ രാജ്യങ്ങളുമുണ്ട്. ക്രൈസ്തവ രാജ്യങ്ങളിലും ക്രൈസ്തവ സഭകളിലും എവിടെയാണ് വനിതകൾക്ക് തുല്യ പ്രാധാന്യം നൽകിയിട്ടുള്ളത്? ഈ സനാതന ധർമ്മത്തിൽ വനിതകൾക്ക് കിട്ടുന്ന പരിഗണനയും അധികാരവും തുല്യതയൊക്കെ മറ്റ് സമുദായത്തിലൊന്നുമില്ല. നമ്മൾ വഴി കൂടി പോകുമ്പോൾ കാണില്ലേ, ചാക്കും കെട്ടി പൊതിഞ്ഞ് പെണ്ണുങ്ങൾ പോണ കാണാൻ പാടില്ലേ? സ്ത്രീയെ അടിമയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത്. പിന്നെ ഈ കന്യാസ്ത്രീകൾ, സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇൻ ദ നെയിം ഓഫ് ഗാഡ്. അതിനകത്ത് പള്ളിയിൽ അച്ഛന്മാർ കാണിക്കുന്ന പോക്കിരിത്തരം മുഴുവൻ എഴുതിയിട്ടുണ്ട്. അവർ പഠിച്ച സ്കൂളിൽ മാനേജർ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്കൂളിൽ പഠിക്കുന്ന തടിച്ച പെൺപിള്ളേരെ, കാണാൻ കൊള്ളാവുന്ന വെളുത്ത് തടിച്ച പെൺപിള്ളേരെ മുഴുവൻ അയാൾ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് വിളിക്കും അയാളുടെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട്. ഇവരെ ഒളിഞ്ഞു നോക്കി കണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ പറയാൻ പറ്റിയ കാര്യമല്ല, ഞാൻ അതുകൊണ്ട് പറയാനുള്ള. പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറയുന്നത് ഒരു എന്താ പറയണേ, മെഷീൻ ഓർ സം കൈൻഡ് ഓഫ് എക്യുപ്മെൻറ്റ് ഫോർ റിലീസിങ് ദെയർ ടെൻഷൻ, ഫോർ റിലീസിങ് ദെയർ വാട്ട് ഈസ് കോൾഡ്, അവരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു യന്ത്രമാണ് വനിതകൾ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും കത്തോലിക്ക അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളിലും ആ നയമാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്, ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു മാർഗമാണ് അവർക്ക്. ഈ ഒരു അവിഹിത ഗർഭത്തിൽ നിന്നൊരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കതിനെ ക്രൈസ്തവനായിട്ട് വളർത്താം. അപ്പം അവരുടെ ഈ എന്താ പറയുക, അനാഥാലയം, ഓർഫനേജിലോ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ഹോംസിലോ ആ കുട്ടീനെ കൊണ്ട് വളർത്താം. അതിൻ്റെ ഒരു കത്തോലിക്കും കൂടി ആയില്ലേ, കൂടുതലായില്ലേ. അപ്പം ഇവർക്ക് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. ഈ ഉത്തനേഷ്യ അതല്ലെങ്കിൽ ദയാവധം, ഉത്തനേഷ്യ അല്ലെങ്കിൽ ദയാവധം. ഇപ്പം ടെർമിനലി ഇല്ലായിട്ടുള്ളൊരു മനുഷ്യന് അയാളെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ മാർഗം? അയാൾക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അയാൾക്ക് മരിക്കാനുള്ള അനുമതി നൽകണ്ടേ? ഇപ്പം ഞാനൊക്കെ പറയണേ, ഇപ്പം എനിക്ക് ഇത്രയും പ്രായമായി, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതിന് മുമ്പ് ഒരു എക്സ്ട്രാ ഡോസ് ഒരു പെത്തഡിൻ കുത്തിവെച്ചാൽ ഞാൻ ചത്തുപോക്കുള്ളൂ. മനസ്സിലായില്ലേ? സുഖകരമായ മരണമായിരിക്കും. ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി കഷ്ണമാവണതിന് മുമ്പ്, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ചാത്ത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവണം, അല്ലെങ്കിൽ വിഷം കുടിച്ച് അവിടെ മുഴുവൻ ആയിക്കൂടി വൃത്തികേടായി ചാവണതിന് മുമ്പ് ചാവുന്നതിന് പകരം ഇങ്ങനെ ഒരു ഡോസ് ഇഞ്ചക്ഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് മരിക്കാൻ പാടില്ല. ഐ ടെൽ ഇറ്റ് ഓപ്പൺലി. എനിക്ക് മരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം തരണം. നമ്മുടെ രാജ്യത്ത് അങ്ങനെ പറയുന്നില്ലല്ലോ. നമ്മുടെ നല്ലൊരു ശതമാനം ആൾക്കാരും ഉത്തനേഷ്യയോട് അനുകൂലമുള്ളവരാണ്. പക്ഷെ അവർ പുറത്ത് പറയാതിരിക്കുന്നതാണ് പേടിച്ചിട്ട്. ഈ ക്രൈസ്തവ സഭ അതിനെതിരായിട്ട് നിൽക്കുക. ഉത്തനേഷ്യക്കെതിരാ ക്രൈസ്തവ സഭ. അത് അസുഖം ബാധിച്ച് അസുഖം മുഴുവനും നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലമാണ്, നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം എന്ന് അവർ പറയുക. അതല്ല, അവരുടെ പാട്ടൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുന്നത്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തട് വാങ്ങി ഞാൻ അത് മുഴുവൻ കുടിച്ചു തീർക്കുന്നത്. എൻ്റെ കയ്യിലാണ് അങ്ങനെ തന്നെങ്കിൽ ആ കർത്താവിൻ്റെ മുഖത്തേക്കാണ് ഒഴിക്കും. അത് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു അർബുദ രോഗബാധിതനായൊരു വ്യക്തി, അയാൾക്ക് തിരിച്ചു വരവില്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മരുന്ന് കണ്ടുപിടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, അത് ശരിയാണ്. പക്ഷേ ഇപ്പം മരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അയാൾക്ക് എന്താ പറയണേ, അയാൾ ദുരിതം അനുഭവിച്ച് മരിക്കണം എന്നാണോ ആഗ്രഹം, അതോ സുഖമരണമാണോ അയാൾക്ക് നൽകാവുന്നത്? ഇതിന് സഭ എതിരാ, ഉത്തനേഷ്യക്ക് സഭ എതിരാണ്. ഒരു ഇടക്കാലത്ത് ഒരു നിയമ മാറ്റം വരുത്തി, ഭരണഘടനയിൽ വന്നൊരു മാറ്റത്തിനെ തുടർന്ന് നമുക്ക് മരിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടായിരുന്നു. ഇപ്പം ആത്മഹത്യ ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റമാണ്. ഇപ്പം ഞാൻ കെട്ടിത്തൂങ്ങി ചാവാൻ ശ്രമിച്ചിട്ട് ചില എന്നെപ്പോലുള്ള മഹാഭാവികൾ ചിലപ്പോൾ അങ്ങനെ ചാവൂല. ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തി എനിക്കിതിന് പോലീസ് കേസ് എടുക്കുക, എപ്പോൾ വേണേൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇടിവെട്ടിയവനെ പാമ്പ് പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ചാവാനൊക്കെ ഇട്ട് നോക്കിയതാ, ചത്തൂല. എന്നിട്ട് പോലീസുകാർ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് ഇടിക്കുമായിരുന്നു നമ്മളെ കൊണ്ടുപോയിട്ട്.
സ്വസ്ഥമായിട്ട് മരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ചില അസുഖങ്ങൾക്കുള്ള മരുന്നിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ പേടിയാവും. 10-15 ലക്ഷം രൂപ വിലയുള്ള ഒരു മരുന്നാണ്. അതിന് മാത്രമേ ഈ അസുഖത്തെ ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഗവൺമെൻറ്റിന് നമുക്ക് എന്തെങ്കിലും കൺസെഷൻ തരാൻ പറ്റുമോ? ഇല്ല. ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കോ ആശുപത്രിക്കോ നമുക്ക് എന്തെങ്കിലും കൺസെഷൻ തരാൻ പറ്റുമോ? ഇല്ല. പിന്നെ ദ ബെസ്റ്റ് തിങ്, വി ഹാവ് ടു ഡൈ. വി ഷുഡ് ഡൈ. ഈ ആത്മഹത്യ ചെയ്യുന്നത് കുറ്റകരമല്ല എന്നുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അവരത് വീണ്ടും കുറ്റകരമാക്കി മാറ്റിയത്. പിന്നെ എന്തിനാണ് ഇത് ഇവർ പറയണത് മുഴുവൻ എന്താണ്, നമ്മൾ ദുഃഖം അല്ലെങ്കിൽ ദുരിതം അനുഭവിച്ച് തന്നെ ജീവിക്കണം. അങ്ങനെ അനുഭവിക്കണമെന്നൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അസുഖം വന്ന് ചികിത്സിക്കുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്. ഈവൻ പാരസെറ്റമോൾ ഗുളിക തൊട്ട് അങ്ങേ അറ്റം വരെ വില പിടിച്ച മരുന്നിനാണ് ഗവൺമെൻറ് എത്രമാത്രം ടാക്സാണ് ചെലുത്തിയിരിക്കുന്നത്. അത്രയും ടാക്സ് ഒരു മനുഷ്യനെ അങ്ങനെ ഒരു മനുഷ്യനെ ജീവിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഈ ജീവൻ രക്ഷാ മരുന്നുകൾക്കുള്ള നികുതി 100% പിൻവലിക്കുക എന്നുള്ളതല്ലേ വേണ്ടത്. അല്ല, ഞാൻ ചോദിക്കുക, അതിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ യു ടെൽ മീ. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരിയാണ്. ഒരാൾക്ക് വേദന ഇല്ലാണ്ട് മരിക്കണം, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഇത് അവരുടെ ആഗ്രഹമായിരിക്കും. പക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുക എന്നൊരു രീതിയില്ലല്ലോ. സ്വയം മരിക്കുക അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ഈ ഇപ്പോൾ നമുക്ക് അനുവദനീയമായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് ജീവൻ പോവുക, അതിൻ്റെ അപ്പുറത്തേക്കും സ്വയം ജീവൻ എടുക്കാനോ മറ്റൊരാൾക്ക് നമ്മുടെ ജീവൻ എടുക്കാനോ ഉള്ള ഒരു നിയമം സാധുത നമുക്കില്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് എഴുതി കൊടുക്കാമല്ലോ, എൻ്റെ ജീവൻ എടുത്തോളൂ, എനിക്ക് മതിയായി, ജീവിച്ച് മതിയായി. ഈ അരുണ കേസില് ഇത്തരത്തിൽ ദയാഹർജി വന്ദന അഷാൻ ബാഗ് എന്ന് പറഞ്ഞ കേസില് അവർ എത്ര നാള് കോമയിൽ കിടന്നു. അതിനുശേഷം ഈ ദയാഹർജി അതിന്റെ കാര്യങ്ങൾ കോടതിയിൽ ഇങ്ങനെ 50 വർഷം അത്രയൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വയം ജീവൻ പോവുകയായിരുന്നു ചെയ്തത്. അതിൽ പോലും വിധി വന്നിട്ടില്ല ദയാഹർജി ഓക്കെ അല്ലെങ്കിൽ ജീവൻ എടുത്തോളൂ എന്ന്. അവര് അപേക്ഷ കൊടുത്തിരുന്നതാണ് അവർക്ക് വേണ്ടിയിട്ട്. അത് കൊടുത്തില്ല. എന്തൊരു ദുഷ്ടത്തരാണ് അവർക്ക് ദയാവധത്തിനുള്ള അവരുടെ അപേക്ഷ നിരസിക്കുക എന്ന് പറയുന്നത്. അവർ ഒരു ലിവിങ് കൊമാറ്റോസ്, ലിവിങ് വെജിറ്റബിൾ, ഷി വാസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൊമാറ്റോസ്. അങ്ങനെ ജീവിച്ചത് കൊണ്ട് അവർക്കും ബുദ്ധിമുട്ട്, അവരെ നോക്കാനായിട്ടുള്ളവർക്കും ബുദ്ധിമുട്ട്, എല്ലാം ബുദ്ധിമുട്ടല്ലേ അത് എല്ലാവർക്കും. അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദയാവധത്തിന് വേണ്ടി ഹർജി അവർ നൽകിയത്. അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നിയമം നമ്മൾ മാറ്റണം, കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റണം. ഇപ്പോൾ ഈ എയ്ഡ്സ്, അതുപോലെ ക്യാൻസർ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് മരുന്നില്ലാത്തിടത്തോളം കാലം ആ മനുഷ്യൻ ജീവിക്കില്ല. അയാൾ ദുരിതം അനുഭവിച്ച് ചാവണോ? അയാളോട് ദയവ് കാണിക്കണം. അതല്ലേ, അയാൾക്ക് മരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയാളെ എന്താണ് പറയുക, ഒരു സുഖമരണത്തിന് അയാൾക്ക് അനുമതി കൊടുക്കുക എന്നുള്ളതല്ലേ വേണ്ടത്. നമ്മൾ ഈ ടോപ്പിക്ക് വന്നത് അബോർഷനായിരുന്നു. ബോത്താർ ഇത് രണ്ടും ഒരേ കോയിന്റെ രണ്ട് വശമാണ്. ഈ കത്തോലിക്ക സഭ രണ്ട് ഇതിനും ദയാവധത്തിനും പിന്നെ അബോർഷനും എതിരെയാണ്. വിജയുടെ പാർട്ടി എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ പാർട്ടിയാണ്. ഇറ്റ്സ് എ ക്രിസ്ത്യൻ പാർട്ടി. അപ്പോൾ അവർ ആ ക്രിസ്ത്യൻ ഐഡിയോളജി അവർ ഫോളോ ചെയ്യുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഐ എം എ ക്രിസ്ത്യൻ, ഐ എം ദെയർ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ക്രിസ്ത്യൻസ് എന്നയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാളുടെ മന്ത്രിസഭയിലെ ധനമന്ത്രി മറ്റേ ഒരു വലിയ ഗുണ്ടാ നേതാവാണ്, അയാളും ക്രിസ്ത്യനാണ്. ലേബർ മിനിസ്റ്റർ അയാളും ക്രിസ്ത്യനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മന്ത്രിസഭയിൽ നിന്ന് ഇതിൽ കൂടുതൽ മന്ത്രിമാരിൽ നിന്നും ഇതല്ലാതെ വേറെ എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങൾക്ക്, അതായത് ഇന്ത്യ ലൈവിനും C4N ഒക്കെ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും സഹായകമാകുന്നത്. നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുമാത്രവുമല്ല, കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ പങ്കിടാനുണ്ടാവും. അവയൊക്കെ കുറിച്ചും ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്ത്യ ലൈവ് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ C4N സബ്സ്ക്രൈബ് ചെയ്യുക.
ഇന്ത്യ ലൈവിനോടും C4Nനോടും ഒപ്പം യാത്ര ചെയ്യുക. വ്യത്യസ്തമായ മറ്റാരും പറയാത്ത വാർത്തകൾ ഈ ചാനലുകളിലൂടെ, ഇന്ത്യ ലൈവിലൂടെ, C4Nലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ലൈവ്, C4N പിന്തുണയ്ക്കുക, സഹായിക്കുക.